the rate of change of internal energy with respect to temperature at constant volume. ഈ ഒരു ടൈമിന് എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റൂല്ലേ? സോ ഐ എം ട്രാൻസ്ഫറിങ് ദിസ് dt to cv side. അപ്പൊ എന്ത് വരും? du at constant volume is equal to cv into dt. നിങ്ങൾക്ക് എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുമോ? ഓക്കെ, ഈ ഡി യു എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ആണല്ലോ. ഈ ഡി യു ഡോ യു എന്ന് പറയുമ്പോൾ അപ്പൊ നമുക്ക് ഡെൽറ്റ യു എന്ന് കൊടുക്കാമല്ലോ. ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഈസ് ഈക്വൽ ടു അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ചേഞ്ച് എന്ന് പറയുമ്പോഴത്തേന് നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും? T1 മുതൽ T2 ടെമ്പറേച്ചറുള്ള ചേഞ്ച് അല്ലെ. ഇന്റേണൽ എനർജി ചേഞ്ച് ചെയ്ത് എപ്പോഴാണ്? നമ്മൾ ഹീറ്റ് ആഡ് ചെയ്യുമ്പോ അല്ലേ, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുമ്പോ അല്ലേ ഇന്റേണൽ എനർജി ഈസ് ചേഞ്ചിങ്. എങ്ങനെയാണ്? നമ്മൾ ക്യൂ എന്ന് പറഞ്ഞത് ഹീറ്റ് ആഡ് ചെയ്തെടുക്കുമ്പോൾ ഒരു സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചറിന് T1 നിന്ന് T2 ചേഞ്ച് ആവുന്നു. അപ്പൊ അല്ലേ അവിടെ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഉണ്ടാവുന്നത് ആണല്ലോ. അപ്പൊ ഇന്റഗ്രൽ T1 to T2 CV dt നേടാവോ? ഏതാവോ? ടോട്ടൽ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ T1 to T2 CV dt നേടാവോ? എഴുതാം. ഇനി നിങ്ങൾ ഇപ്പൊ ഇത് നിങ്ങൾ ഒരു ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് വെച്ചു, ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് മാറ്റി വെച്ചു. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഫോർ എ ക്ലോസ്ഡ് സിസ്റ്റം നമ്മൾ എടുക്കാൻ പോവാണ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഫോർ എ ക്ലോസ്ഡ് സിസ്റ്റം പറയുന്നത് എന്താണ്? എന്താണ്? Q ഹീറ്റ് കൊടുക്കുന്നു. Q is equal to delta U plus എന്താണ്? അതെ, ഇത് പറയണത് ഇത്ര താമസം. Q is equal to delta U plus W. അപ്പൊ ഞാനിവിടെ ഒരു ചെറിയൊരു ട്രാൻസ്ഫർ ആണ് എടുക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഇതിന് എനിക്ക് എങ്ങനെ എടുക്കാൻ പറ്റും? dq is equal to du plus dw എഴുതാമല്ലോ. dq is equal to du plus dw എഴുതാമല്ലോ. For a small heat transfer dq is equal to du plus dw എഴുതാമല്ലോ. ഇങ്ങനെ എഴുതാൻ പറ്റുമോ? ഈ dw എന്ന് വെച്ചാൽ എന്താണ്? dw എന്താണ്? വർക്ക് ട്രാൻസ്ഫർ. നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വർക്ക് ട്രാൻസ്ഫർ നമ്മൾ പഠിച്ചു. ഏതൊക്കെ വർക്ക് ട്രാൻസ്ഫർ നമ്മൾ പഠിച്ചത്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വർക്ക് ട്രാൻസ്ഫർ പഠിച്ചു. എന്തൊക്കെയാ പഠിച്ചത്? ഒരുപാട് പഠിച്ചു. ഒരു 4 to 6 ടൈപ്സ് പഠിച്ചു. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് വൺ ഏതായിരുന്നു? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാതെ ഞാൻ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകത്തില്ല. കാരണം 10 ദിവസം കഴിഞ്ഞിട്ട് വരുമോ, നിങ്ങളിത് ബ്ലാങ്ക് ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ക്ലാസ് ഞാൻ വേണമെങ്കിൽ ആദ്യം കഴിഞ്ഞ ക്ലാസ് പഠിപ്പിച്ചത് മാത്രം പറയാം. കാരണം ഇന്നത്തെ ക്ലാസ് നിങ്ങൾ ഫോളോ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടുള്ള ക്ലാസ്സുകൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഡെറിവേഷൻസ് ആണ് എനിക്ക് വരുന്നത്. അപ്പൊ ഇതെന്ന് വെച്ചാൽ ബേസ് ആണ്, അതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പൊ DW എന്ന് പറയുമ്പോൾ വർക്ക് ട്രാൻസ്ഫർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വർക്ക് ട്രാൻസ്ഫർ നമ്മൾ പഠിച്ചു. എന്തൊക്കെ കുറച്ച് എക്സാമ്പിൾസ് പറയാം. ഫസ്റ്റ് പഠിച്ച ഏതാണ്? അതെ, അതിനകത്ത് ഫസ്റ്റില് പഠിച്ച ഏതാണ്? PD വർക്ക്. പിന്നെ കുറെ വർക്കുകൾ പഠിച്ചു. PD വർക്ക്, ഡിസ്പ്ലേസ്മെന്റ് വർക്ക്, ദെൻ ഇലക്ട്രിക് വർക്ക്, ദെൻ ഷാഫ്റ്റ് വർക്ക്, ദെൻ പാഡിൽ വർക്ക്, അല്ലെ കുറെ വർക്കുകൾ പഠിച്ചു. നമ്മൾ ഈ സിസ്റ്റത്തിലാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. വി ആർ കൺസിഡറിങ് ഓൺലി
പി ഡി ബി വർക്ക്. നമ്മൾ പി ഡി ബി വർക്ക് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതായത് ഈ ഒരു സിസ്റ്റത്തിൽ വേറെ ഒരു വർക്കും ഇല്ലെന്ന് നമ്മൾ അസ്യൂം ചെയ്യുവാണ്. പി ഡി ബി വർക്ക് ഓർ ഡിസ്പ്ലേസ്മെന്റ് വർക്ക്. ഓക്കെ, സോ ഹിയർ വി ആർ കൺസിഡറിങ് ഓൺലി പി ഡി ബി വർക്ക്. ഇവിടുത്തെ ഏത് വർക്ക് മാത്രമേ ഉള്ളൂ? പി ഡി ബി വർക്ക് ഓർ ഡിസ്പ്ലേസ്മെന്റ് വർക്ക് ആണോ? ഇസ് ഇറ്റ് റൈറ്റ്? അപ്പൊ നമുക്ക് ഈ ഡി ഡബ്ല്യൂന് നമുക്ക് എന്ത് കൊടുക്കാം? ഡി ഡബ്ല്യു ഇസിക്കൽ ടു നമുക്ക് എന്ത് കൊടുക്കാം? ഡി ഡബ്ല്യു ഇസിക്കൽ ടു എന്ത് കൊടുക്കാം? എന്ത് കൊടുക്കാം? പി ഡി വി എന്ന് കൊടുക്കാം ആണോ? പക്ഷെ ഒരു പ്രശ്നം ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ പി ഡി വി എടുത്ത് എങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നത്? ഡി ക്യു ഇസിക്കൽ ടു ഡി യു പ്ലസ് ഡി ക്യു ഇസിക്കൽ ടു ഡി യു പ്ലസ് ഡി ക്യു ഇസിക്കൽ ടു ഡി യു പ്ലസ് പി ഡി വി. പക്ഷെ നമ്മൾ ഇവിടെ കണ്ടുപിടിക്കുന്നത് ഏത് പ്രോസസ്സാണ് കൺസിഡർ ചെയ്തേക്കുന്നത്? നമ്മളിവിടെ ഏത് പ്രോസസ്സാണ് കൺസിഡർ ചെയ്തേക്കുന്നത്? അല്ല, നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോള്യൂം ആണ്. ആണോ? നമ്മളിവിടെ എന്തിന്റെ ഡെറിവേഷനാണ് ചെയ്യുന്നത്? എന്തിന്റെ ഡെറിവേഷനാണ് ചെയ്യുന്നത്? സോ അപ്പൊ ഇതിനകത്ത് ഒരു ടൈം സീറോ ആയിപ്പോവും. കാരണം എന്താണ്? ഇത് ടൈം സീറോ ആവുന്നത്. സ്പെസിഫിക് ഹീറ്റ് കോൺസ്റ്റന്റ് വോള്യൂം നമ്മൾ ഡി വി ഇസിക്കൽ ടു സീറോ ആണ്. കാരണം അപ്പൊ ഇത് സീറോ ആയിപ്പോത്തില്ലേ? അപ്പൊ എന്ത് വരും? ഡി ക്യു ഇസിക്കൽ ടു ഡി യു എന്ന് വരും. ആണോ? ആണോ? സംശയമുണ്ടോ? ഡി ക്യു ഇസിക്കൽ ടു ഡി യു എന്ന് വരും. ഇത് നമ്മുടെ ഒരു ചെറിയ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. നമ്മുടെ സിസ്റ്റത്തിന്റെ ടോട്ടൽ ഹീറ്റ് ട്രാൻസ്ഫർ എടുക്കുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ ഡി ക്യൂനെ റീപ്ലേസ് ചെയ്തിട്ട് ക്യൂ കൊടുക്കണം അല്ലെ? ക്യൂ അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഈസിക്കൽ ടു ഡെൽറ്റ യു അറ്റ് കോൺസ്റ്റന്റ് വോളിയം എന്നല്ലേ കൊടുക്കണ്ടേ? ക്യൂ അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഈസിക്കൽ ടു ഡെൽറ്റ യു അറ്റ് കോൺസ്റ്റന്റ് വോളിയം എന്നല്ലേ കൊടുക്കണ്ടേ? ആണ്. ഈ ഡെൽറ്റ യുവിന് ഒരു ഫോർമുല ഓൾറെഡി ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്? ഇക്വേഷൻ നമ്പർ 1 എന്ന് നോക്കിക്കേ. ഡെൽറ്റ യു അറ്റ് കോൺസ്റ്റന്റ് വോളിയത്തിന് ഒരു ഫോർമുല ഓൾറെഡി ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതെന്താണ്? ഡെൽറ്റ യു അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഈസിക്കൽ ടു ഇന്റഗ്രൽ T1 ടു T2 CV dt. നമ്മള് Q അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഈസിക്കൽ ടു നമുക്ക് എന്ത് എഴുതാം? ഇന്റഗ്രൽ T1 ടു T2 CV dt എന്ന് എഴുതാം. എഴുതാം? എഴുതാമോ? എഴുതാമോ? ഓക്കെ, ഇതാണ് നമുക്ക് എന്ത് Q heat transfer at constant volume is equal to T1 to T2 CV dt. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കും. ഞാൻ ഒന്നുകൂടെ പറയാം, ഓടിച്ചിട്ട് ഒന്നുകൂടെ പറയാം. ഇപ്പൊ നമ്മൾ ഫസ്റ്റില് നമ്മൾ പറഞ്ഞു ഹീറ്റ് ട്രാൻസ്ഫർ CV എന്താണ്? സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. Specific heat at constant volume is equal to rate of change of internal energy with respect to temperature at constant volume. ഞാനിവിടെ ഡോ യു is equal to CB into ഡോ ടി എന്ന് എഴുതുന്നു അറ്റ് കോൺസ്റ്റന്റ് വോളിയം. അപ്പോൾ നമുക്ക് ടോട്ടൽ ഇന്റർണൽ എനർജി ചേഞ്ച് ഡെൽറ്റ യു വി is equal to ഇന്റഗ്രൽ T1 to T2 CV dt എന്ന് എഴുതുന്നു. ഇക്വേഷൻ നമ്പർ 1. എഗെയിൻ നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അനുസരിച്ച് Q is equal to
സംബന്ധിച്ച് Q is equal to എന്താണ്? Q is equal to ഡെൽറ്റ യു പ്ലസ് എന്താണ്? ഡെൽറ്റ യു പ്ലസ് ഡബ്ല്യു ആണ്. അപ്പൊ നമ്മൾ ഡി ക്യു എടുക്കുന്നത് സ്മോൾ ചേഞ്ച് ഈസ് ഈക്വൽ ടു ഡി യു പ്ലസ് ഡി ഡബ്ല്യു കൊടുക്കുന്നത്. ഈ ഡി ഡബ്ല്യുവിന് പകരം നമ്മൾ എന്തെടുക്കുന്നത്? പി ഡി വി വർക്ക് മാത്രമേ ഉള്ളത് അസ്യൂം ചെയ്യുന്നു. സോ വി ആർ ഗിവിംഗ് പി ഡി വി. അപ്പൊ നമ്മൾ പി ഡി വി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് സംഭവിക്കുന്നു? ഡി ക്യു ഇസിക്കൽ ടു ഡി യു പ്ലസ് പി ഡി വി. പക്ഷെ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കോൺസ്റ്റന്റ് എന്താണ്? കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ടൈം സീറോ ആയി പോകും? എന്ത് ടൈം സീറോ ആയി പോകും? ഏത് ടൈം സീറോ ആയി പോകും? കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്. അപ്പൊ ഏത് ടൈം സീറോ ആയി പോകും? വോളിയം സീറോ പോകും. അപ്പൊ നമുക്ക് ഡി ക്യു ഇസിക്കൽ ടു ഡി യു എന്ന് എഴുതാം. ഇപ്പൊ ടോട്ടൽ സിസ്റ്റത്തിന് എടുക്കുകയാണെങ്കിൽ ടോട്ടൽ സിസ്റ്റം ക്യൂ അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഇസിക്കൽ ടു ഡെൽറ്റ യു അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഡെൽറ്റ യു അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതെ, ഡെൽറ്റ യു അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഇസിക്കൽ ടു T1 to T2 CV DT ഓൾറെഡി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇവിടെ കൊണ്ട് ഇട്ട് കൊടുക്കുന്നു. സോ ഹീറ്റ് ട്രാൻസ്ഫർ അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഇസിക്കൽ ടു മണ്ണോട്ട് ഇടയ്ക്കിടയ്ക്ക് ക്രോസ് ആയി പോകുന്നു, എന്താണെന്ന് അറിയത്തില്ല. അപ്പൊ ഹീറ്റ് ട്രാൻസ്ഫർ അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഈസിക്കൽ ടു എന്ത് പറയുന്നു? T1 to T2 CV DT കിട്ടുന്നു. ഈ ഡെറിവേഷൻ ആർക്കെങ്കിലും മനസ്സിലാകാത്തതുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ, ഇവിടെ നമുക്ക് ക്യൂ എന്ന് പറയുന്നത് ഒരു പ്രോപ്പർട്ടി ആണോ? ക്യൂ ഒരു പ്രോപ്പർട്ടി ആണോ? ക്യൂ ഒരു പ്രോപ്പർട്ടി ആണോ? അല്ല. ഡബ്ല്യു പ്രോപ്പർട്ടി ആണോ? അല്ല. ക്യൂ ഡബ്ല്യു എന്ന പ്രോപ്പർട്ടീസ്. പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ എന്താണ്? പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, CP, CV ഒക്കെ പ്രോപ്പർട്ടീസ് ആണ്. ആണോ? എന്താണ് പ്രോപ്പർട്ടീസ്? അസൈൻമെന്റ് ചെയ്ത ആൾക്കാർക്ക് അറിയാൻ പറ്റും. വാട്ട് ഈസ് തെർമോഡൈനാമിക്സ് പ്രോപ്പർട്ടി? അസൈൻമെന്റ് എഴുതിയ ആൾക്കാർക്ക് വളരെ എളുപ്പം പറയാം എന്താണ് തെർമോഡൈനാമിക് പ്രോപ്പർട്ടി. വാട്ട് ഈസ് തെർമോഡൈനാമിക് പ്രോപ്പർട്ടി? ഒരു സിസ്റ്റത്തിന്റെ പർട്ടിക്കുലർ സ്റ്റേറ്റ് ഡിഫൈൻ ചെയ്യാൻ വേണ്ട കോർഡിനേറ്റ്സിനെ പറയുന്ന പേരാണ് പ്രോപ്പർട്ടീസ്, അല്ലെ? എക്സാമ്പിൾ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, CP, CV എന്ന് പറഞ്ഞു പോകും. ഒരിക്കലും വർക്കും ഹീറ്റും ഒന്നും പ്രോപ്പർട്ടി അല്ല. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ, ഇനി നമ്മൾ പ്രോബ്ലമാറ്റിക് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ നോക്കുമ്പോഴത്തേന് CVക്ക് ഒരു ഫോർമുല ഉണ്ട്. ക്യാപിറ്റൽ CV ഓഫ് ദിസ് ടോട്ടൽ CV ഈസിക്കൽ ടു മാസ് ഇൻറ്റു CV. യൂണിറ്റ് മാസിന്റെ CVയെ നമ്മൾ മാസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ CV കിട്ടും. ഓക്കെ, അപ്പൊ ടോട്ടൽ CV ഈസിക്കൽ ടു മാസ് ഇൻറ്റു യൂണിറ്റ് മാസിന്റെ CV. ഇത് നമുക്ക് ഒരു പ്രോബ്ലം പോയിന്റ് ഓഫ് വ്യൂല നിങ്ങൾ ഓർത്ത് വെക്കുക, ബോക്സിലായിട്ട് ഇട്ട് വെക്കുക. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ? ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടില്ലേ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലാണ്?
അടുത്ത ഹെഡിങ് എഴുതിക്കോ, PM1. ഓക്കെ ഓക്കെ. PM1 എഴുതിക്കോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പെർപെക്ച്വൽ മോഷൻ മെഷീൻ എന്ന് പറയുമ്പോഴത്തേന് ഫസ്റ്റ് കൈൻഡ് ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ സെക്കൻഡ് ലോ പഠിച്ച് കഴിയുമ്പോഴത്തേന് വിൽ ഡിസ്കസ് അബൌട്ട് സെക്കൻഡ് കൈൻഡ് പഠിക്കും. അപ്പൊ ഫസ്റ്റ് കൈൻഡ് സെക്കൻഡ് കൈൻഡ് രണ്ട് പെർപെക്ച്വൽ മോഷൻസ് ഉണ്ട്, മെഷീൻ ഉണ്ട്. സോ ആക്ച്വലി വാട്ട് ഈസ് പെർപെക്ച്വൽ മോഷൻ മെഷീൻ ഓഫ് ഫസ്റ്റ് കൈൻഡ്? ആർക്കെങ്കിലും ഒരു ഐഡിയ ഉണ്ടാവും? എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ പറ. എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ഓക്കെ, ഞാൻ തന്നെ പറയാം. ഇറ്റ്സ് എ മെഷീൻ. ഇതൊരു മെഷീൻ ആണ് which violate first law. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വയലേറ്റ് ചെയ്തൊരു മെഷീൻ ആണ്. ഈ ഒരു മെഷീൻ ഇമാജിനറി ആണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു മെഷീൻ ഉണ്ടോ? റിയൽ ആയിട്ടുള്ള മെഷീൻ ഇമാജിനറി ആണ്. സോ പെർപെക്ച്വൽ മോഷൻ മെഷീൻ ഓഫ് ഫസ്റ്റ് കൈൻഡ് ഈസ് എ മെഷീൻ വിച്ച് വയലേറ്റ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഈസ് ഇമാജിനറി മെഷീൻ. നമുക്ക് സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് PM1. ഓക്കെ, അപ്പം ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താണെന്ന് ക്ലിയർ ആയിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് PM1 എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താണ് പറയുന്നത്? പറ, എന്താണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താണ് പറയുന്നത്? എന്താണ്? ചേഞ്ച് ഇൻ ഇന്റർണൽ എനർജി. അങ്ങനെ ഡയറക്റ്റ് പറയാൻ പറ്റുമോ? നമ്മൾ Q ഹീറ്റ് കൊടുക്കുന്നു, അത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ചേഞ്ച് ഇൻ ഇന്റർണൽ എനർജി ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ എന്തും നടക്കുന്നുണ്ട്. ഇപ്പൊ വർക്ക് നീ പറഞ്ഞ ലോ കറക്റ്റ് ആണ്, പക്ഷെ അതൊരിക്കലും ഫസ്റ്റ് ലോ അല്ല. ഫസ്റ്റ് ലോ ഒരു കേസാണ്. അപ്പൊ വർക്കിന്റെ വാല്യൂ 0 ആണെങ്കിൽ എന്നാ നീ പറഞ്ഞ മാതിരി എന്താണ് ചേഞ്ച് ഇൻ ഇന്റർണൽ എനർജി എന്തായിട്ട് മാറും? പക്ഷെ അത് ഫസ്റ്റ് ലോ ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഫസ്റ്റ് ലോ ഒരു കേസ് ആയിട്ട് വേണമെങ്കിൽ പറയാം. മനസ്സിലായില്ലേ? ഇപ്പൊ ഫസ്റ്റ് ലോ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ we are adding a heat Q. Okay, a part of it is given as work, remaining is used to raise the internal energy of the system. ആണോ? Is it correct? ഇത് ഞാൻ ഒരു എഞ്ചിനാണ്. ഈ എഞ്ചിനിലോട്ട് ഹീറ്റ് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് വർക്ക് കിട്ടത്തുള്ളൂ. ആണോ? ഈ എഞ്ചിനിലോട്ട് ഹീറ്റ് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് വർക്ക് കിട്ടത്തുള്ളൂ. ഹീറ്റ് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ ഇൻപുട്ട് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് വർക്ക് ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. റൈറ്റ്? ആണോ? അപ്പൊ PM1 എന്ന് പറയുമ്പോഴത്തേന് ഫസ്റ്റ് ലോയെ വയലേറ്റ് ചെയ്യുക. അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ Q 0 ആക്കുന്നു.
ക്യൂ 0 ആക്കുന്നു. പക്ഷെ എന്ത് കിട്ടണം? ക്യൂ 0 ആക്കുന്നു, പക്ഷെ എന്ത് കിട്ടണം? വർക്ക് കിട്ടണം. അങ്ങനെ കിട്ടുമോ വർക്ക് യഥാർത്ഥത്തിലാണ്? ക്യൂ 0 ആക്കി വെക്കുക, വർക്ക് കിട്ടണം. അങ്ങനെ ഒരു മെഷീൻ ഉണ്ട്. ആ മെഷീനെ പറയുന്ന പേരാണ് എന്ത്? ആ മെഷീനെ പറയുന്ന പേരാണ് PMM1. അതായത് നമ്മൾ ഫസ്റ്റ് ഇപ്പൊ ഇറ്റ് ഈസ് എ കംപ്ലീറ്റ്ലി എവാലുവേഷൻ ഓഫ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് Q = ഡെൽറ്റ U പ്ലസ് W എന്നാണെങ്കിൽ ക്യൂവിന്റെ വാല്യൂ 0 ആക്കി വെച്ചാൽ നമുക്ക് ഒരിക്കലും W കിട്ടത്തില്ല. പക്ഷെ ഇവിടെ മെഷീൻ അനുസരിച്ച് നമുക്ക് Q കൊടുക്കുന്നില്ല, പക്ഷെ W ഉണ്ട്. ഇപ്പൊ തിരിച്ചും സംഭവിക്കാമല്ലോ. ഇത് മാത്രമല്ല, നമ്മൾ വർക്ക് കൊടുക്കാതിരിക്കട്ടെ, കംപ്രസർ ഇതിപ്പോ നമ്മുടെ ഇതിന് എക്സാമ്പിൾ IC എഞ്ചിൻ ആണെന്നിരിക്കട്ടെ. IC എഞ്ചിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? IC എഞ്ചിൻ, ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനകത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഹീറ്റ് ഇൻപുട്ട് കൊടുക്കുമ്പോ അല്ലേ നമ്മുടെ വണ്ടി മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വെഹിക്കിൾ ഓട്ടോമൊബൈൽ മൂവ് ചെയ്യുന്നത് ആണോ? ഹീറ്റ് ഇൻപുട്ട് എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ഞാൻ ഫ്യൂവലാണ്. ഓക്കെ, ഫ്യൂവൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മോഷൻ ഉണ്ടാവും. ഫ്യൂവൽ കട്ട് ചെയ്താൽ മോഷൻ ഉണ്ടാവും. പക്ഷെ ഈ മെഷീൻ PMM1 ഒന്നുണ്ടാവും. അതാണ് PMM1 എന്ന് പറയുമ്പോൾ അതൊരു ഫിക്ചേഴ്സ് ആണ്, ഇമാജിനറി മെഷീൻ ആണ്. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി വാല്യുവേഷൻ ഓഫ് ഫസ്റ്റ് ലോ. അപ്പൊ ഇവിടെ നമ്മൾ ഹീറ്റ് ഇൻപുട്ട് കൊടുക്കുന്നില്ല, ബട്ട് വി ആർ ഗെറ്റിംഗ് എ മെക്കാനിക്കൽ വർക്ക്. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതണമെങ്കിൽ എങ്ങനെ എഴുതാം? There is no machine which would continuously PMM1. ഓക്കെ ഞാൻ അതൊക്കെ നിങ്ങൾ വിട്ട് കേട്ടോ. എന്നിട്ട് ഞാൻ വേറൊരു സ്റ്റേറ്റ്മെന്റ് പറയാം. ഇത് എഞ്ചിനാണ്. ഞാനിവിടെ വർക്ക് ഹീറ്റ് ഇൻപുട്ട് Q0 ആണ്. ഓക്കെ, പക്ഷെ എനിക്ക് വർക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ഇതാണ് PMM1. അപ്പൊ ഇതിനെ എനിക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എങ്ങനെ എഴുതാൻ പറ്റും? There can be no machine which would continuously supply mechanical work ഒരു സെക്കൻഡ്, ഇത് ക്ലോസ് ആയി പോകുന്നു, എന്താണെന്ന് അറിയത്തില്ല കേട്ടോ. കണ്ടിന്യൂസ്ലി സപ്ലൈ മെക്കാനിക്കൽ വർക്ക് without some other form of energy. Disappearing simultaneously. There can be no machine which will continuously supply mechanical work without some other form of energy disappearing simultaneously. അതായത് നമ്മൾ ഹീറ്റ് ഇൻപുട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് വർക്ക് ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. അല്ലാതെ ഒരു മെഷീനും കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് സപ്ലൈ ചെയ്യത്തില്ല. അത് ഹീറ്റ് കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ വർക്ക് ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ എന്നാണ് ഈ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ?
PM1 എന്താണെന്ന് മനസ്സിലായോ? There can be no machine which would continuously supply mechanical work without some other form of energy disappearing simultaneously. വർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ നമുക്ക് ഹീറ്റ് കുറഞ്ഞു വരണം. ഹീറ്റ് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പൊ അവിടെ ഹീറ്റിന്റെ ക്വാണ്ടിറ്റി അവിടെ സോഴ്സിന് കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് ഇവിടെ വർക്ക് കിട്ടും. അപ്പൊ ഇവിടെ സത്യം പറഞ്ഞ ഒരു എനർജി കൺവേർഷൻ ആണ്. ഹീറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു വർക്ക്. മനസ്സിലായില്ലേ? ഹീറ്റ് കൊടുത്തിരുന്നുണ്ടെങ്കിൽ വർക്കും ഇല്ല. അത്രേ ഉള്ളൂ. അപ്പൊ പക്ഷെ PM1 പറയുന്നത് ഹീറ്റ് കൊടുത്തില്ലെങ്കിലും വർക്ക് കിട്ടും. അങ്ങനെ ഒരു മെഷീൻ യഥാർത്ഥത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? അങ്ങനെ ഒരു മെഷീൻ യഥാർത്ഥത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ഈ PM1 വേറൊരു രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത്ര എഴുതിയോ? ഇനി ഞാൻ ഇതിന് എക്സാമ്പിൾ എന്ന് പറയുമ്പോഴത്തേന് നിങ്ങളിപ്പോ IC എഞ്ചിൻസിനാണോ ഹീറ്റ് കൊടുത്തിട്ട് വർക്ക് കിട്ടുന്നത്? പക്ഷെ വർക്ക് കൊടുത്തിട്ട് ഹീറ്റ് കിട്ടുന്ന ഒരു എക്സാമ്പിൾ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? വി ആർ ഗിവിംഗ് വർക്ക് ഇൻപുട്ട് ആൻഡ് വി ആർ ഗെറ്റിംഗ് ഹീറ്റ് ഔട്ട്പുട്ട്. ഒരു മെഷീനാണ്, നമ്മൾ വർക്ക് കൊടുക്കുന്നുണ്ട്, പക്ഷേ Q0 ആണ്. അങ്ങനെ ഒരു സാധ്യമാണോ? അങ്ങനെ ഒരു മെഷീൻ സാധ്യമാണോ? അങ്ങനെ ഒരു മെഷീൻ സാധ്യമാണോ? വർക്ക് കൊടുക്കുന്നുണ്ട്, ബട്ട് വി ആർ നോട്ട് ഗെറ്റിംഗ്, വി ആർ ഗിവിംഗ് എ വർക്ക് ഇൻപുട്ട്. കണ്ടോ ഈ ഫിഗർ നോക്ക്, വി ആർ ഗിവിംഗ് എ വർക്ക് ഇൻപുട്ട് ബട്ട് വി ആർ നോട്ട് ഗെറ്റിംഗ് എ ഹീറ്റ് ഔട്ട്പുട്ട്. നിങ്ങൾ സിമ്പിൾ ആയിട്ട് ആലോചിച്ച് നോക്കുക. ഒരു കംപ്രസറിനകത്തോട്ട് നമ്മൾ എയർ കംപ്രസ് ചെയ്യും. എത്ര വലിയ ഹൈ പെർഫോമൻസ് കംപ്രസർ ആണെങ്കിൽ പോലും അവിടെ എന്തായിരിക്കും, ആ പുറത്ത് വരുന്ന എന്താ പറയുന്ന എയറിന് ഒരു എന്താണ് ഹീറ്റ് ഉണ്ടായിരിക്കും അല്ലെ? അപ്പൊ അവിടെ ആ വർക്ക് എന്തായിട്ട് കൺവേർട്ട് ആയി? പക്ഷെ ഈ മെഷീന്റെ പ്രത്യേകത, അതായത് PM1 രണ്ട് രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്ന് ഹീറ്റ് കൊടുക്കുന്നില്ല, വർക്ക് കിട്ടുന്നുണ്ട്. രണ്ടാമത്തേത് വർക്ക് കൊടുക്കുന്നുണ്ട്, ഹീറ്റ് കിട്ടുന്നില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെ ഒരു മെഷീൻ യഥാർത്ഥത്തിൽ എക്സിസ്റ്റ് ചെയ്യുമോ? ഇങ്ങനൊരു മെഷീൻ യഥാർത്ഥത്തിൽ എക്സിസ്റ്റ് ചെയ്യുമോ? ചെയ്യത്തില്ല. നമ്മൾ എന്തായാലും ഹീറ്റ് കൊടുക്കുവാണെങ്കിൽ, എന്തായാലും അവിടെ വർക്ക് കൊടുക്കുവാണെങ്കിൽ അവിടെ ഹീറ്റ് ഔട്ട്പുട്ട് ഉണ്ടാവും. അതല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്? ഫസ്റ്റ് ലോ വയലേറ്റ് ചെയ്യുമല്ലേ? ഫസ്റ്റ് ലോ എന്താണ്? വർക്ക് കൊടുക്കുന്നു, അതിനെ കൺവേർട്ട് ചെയ്ത് ഹീറ്റ് ആക്കുന്നു, ഹീറ്റ് കൊടുക്കുന്നു, അതിനെ കൺവേർട്ട് ചെയ്ത് വർക്ക് ആക്കുന്നു. ഈ ഒരു കൺവേർഷൻ നടന്നെങ്കിൽ മാത്രമേ നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് TD വാലിഡ് ആവത്തുള്ളൂ. അങ്ങനെ ഫസ്റ്റ് ലോ വയലേറ്റ് ചെയ്യുന്ന മെഷീൻ അല്ലേ ഇത്? വർക്ക് കൊടുക്കുന്നുണ്ട്, പക്ഷെ ഹീറ്റ് 0 ആണോ? അപ്പൊ ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് എങ്ങനെ? അങ്ങനെ ഒരു കണ്ടീഷൻ ഒരിക്കലും ഉണ്ടാവത്തില്ല. നമ്മൾ കൊടുക്കുന്ന വർക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ കൊടുക്കുന്ന വർക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. അതിനകത്തൊരു പാർട്ട് മാത്രമേ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എങ്ങനെയായാലും മെക്കാനിക്കൽ മൂവ്മെന്റ്, മൂവിങ് പാർട്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനകത്ത് ആ ഒരു മൂവ്മെന്റിനൂടെ എല്ലാം ഹീറ്റ് ജനറേറ്റ് ചെയ്യത്തില്ലേ? ഒരിക്കലും അങ്ങനെ ഒരു സിസ്റ്റം എക്സിസ്റ്റ് ചെയ്യത്തില്ല. മനസ്സിലായില്ലേ? എന്തായാലും നമ്മൾ 10 വർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉദാഹരണത്തിന് ഒരു 6 വർക്കൊക്കെ മാത്രമേ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി 4 എന്താണ് ഹീറ്റ് എനർജി ആയിട്ട് വേസ്റ്റ് ആയി പോകും. പക്ഷെ ഇവിടെ പറയുന്നത് ഹീറ്റ് എനർജി ആയിട്ട് വേസ്റ്റ് ആവത്തില്ലെന്നാണ് പറയുന്നത്. അത് പോസിബിൾ ആണോ? അല്ല. അപ്പൊ ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എങ്ങനെ എഴുതാം? there can be no machine which would continuously consume work. ഇവിടെ വർക്ക് കണ്ടിന്യൂസ്ലി കൺസ്യൂം ചെയ്യുന്നുണ്ട് without some other form of energy appearing
simultaneously. നമ്മൾ വർക്ക് കൊടുക്കുകയാണെങ്കിൽ അതിന് ആനുപാതികമായിട്ട് ഹീറ്റ് ജനറേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു മെഷീനും കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് മാത്രം അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. വർക്ക് മാത്രം അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് അല്ലെങ്കിൽ വേറെ ഒരു ഫോം ഓഫ് എനർജി അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതേ ഇല്ല. അങ്ങനെ ഒരു മെഷീൻ ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യത്തില്ല. അപ്പൊ ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പെർപെച്വൽ മോഷൻ മെഷീൻ കൈൻഡ് ഓഫ് ഫസ്റ്റ് കൈൻഡ് ദാറ്റ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ഇൻ ടു വേസ്. എന്താണ് ഫസ്റ്റ് വേ എന്ന് പറയുമ്പോഴത്തേന് there is no machine which will continuously supply mechanical work without some other form of energy disappearing simultaneously. വർക്ക് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിക്കൊണ്ടേയിരിക്കുന്ന ഒരു മെഷീൻ ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യത്തില്ല. വർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഹീറ്റ് കുറഞ്ഞുകൊണ്ടേയിരിക്കും, ഹീറ്റ് ഡിസപ്പർ ചെയ്തുകൊണ്ടേയിരിക്കും. വേറെ രീതി പറയുവാണെങ്കിൽ there is a no machine which will continuously consume work without some other form of energy appearing. അതായത് നമ്മൾ വർക്ക് കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രൊപ്പോർഷണൽ ആയിട്ട് വേറൊരു ഫോം ഓഫ് എനർജി അവിടെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് മാത്രം അബ്സോർബ് ചെയ്യാനും പറ്റത്തില്ല. ഈ രണ്ട് കാര്യങ്ങളുടെ രീതിയിലാണ് PMM1 എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ ഫിഗറും ഇമ്പോർട്ടന്റ് ആണ്, ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ സാധനം മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ക്ലിയർ